GK ക്യൂസ് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ. ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ പഠിക്കാം. പ്രസിദ്ധമായ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏത്? തൃപ്പൂണിത്തറ. ഓണാഘോഷവേളയിൽ അവതരിപ്പിക്കുന്ന പ്രശസ്തമായ നൃത്തരൂപം ഏത്? തിരുവാതിരക്കളി. ഓണക്കാലത്ത് നടത്തുന്ന പ്രസിദ്ധമായ വള്ളംകളി ഏത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ചിങ്ങമാസത്തിൽ. ഓണത്തിൻ്റെ എത്രാമത്തെ നാളിലാണ് പുലികളി നടത്തുന്നത്? മൂന്നാമത്തെ നാളിൽ. ഏത് ദൈവമാണ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? വിഷ്ണു. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? മഹാത്യാഗം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പുലികളിക്ക് പ്രശസ്തമായ ജില്ല ഏത്? തൃശ്ശൂർ. ആദ്യ ദിവസം പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്ന പൂവിൻ്റെ നിറമെന്ത്? വെള്ള. ഏത് നാളിലാണ് ചതുരത്തിൽ പൂക്കളമിടുന്നത്? മൂലം നാളിൽ. ഓണപ്പൂവ് എന്ന് വിശേഷമുള്ള പൂവേത്? കാശിത്തുമ്പ. ഏത് വർഷമാണ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയത്? 1961. രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? അമ്മായി ഓണം. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാബലിയുടെ പിതാവിൻ്റെ പേരെന്ത്? വിരോചനൻ. മഹാബലിയുടെ യഥാർത്ഥ പേരെന്ത്? ഇന്ദ്രസേനൻ. സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ദ്രവിഴ. നാലാം ഓണം ഏതു മഹാന്റെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ. വാമനന് ചവിട്ടിത്താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലം ഏത്? ഓണാട്ടുകര. മഹാബലിയുടെ പത്നിയുടെ പേരെന്ത്? വിന്ധ്യാവലി. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചോതി നാൾ മുതൽ. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പന്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആര്? കശ്യപൻ. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? 5ാമത്തെ അവതാരം. മഹാബലി ഏത് യാഗം ചെയ്യുമ്പോഴാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? വിശ്വജിത്ത് എന്ന യാഗം. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രൻ്റെ പേരെന്ത്? ബാണാസുരൻ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത്? ഉത്രാടനാളിൽ.